വല്ലാത്തൊരു ബല്ലിടങ്ങേറ് വല്ലാത്തൊരു ബല്ലിടങ്ങേറ് വല്ലാത്തൊരു 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 ബല്ലിടങ്ങേറ് വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. എത്ര സബ്സ്ക്രൈബർ? 19. അതിലൊരാൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ. അതാരാ? ഉപ്പച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആണോ? അങ്ങനെയാണെന്ന് എനിക്ക് 20 അതിനെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാ? നിങ്ങൾക്ക് 3 ആക്കും. എന്തിനു സബ്സ്ക്രൈബ്? സബ്സ്ക്രൈബ്. അത് ഞാൻ കുറെ നോക്കിയതാ. എപ്പം നോക്കിയാലും ഒന്നുകിൽ അവിടെ മീൻ ടാങ്ക് ഫിഷ്ടാങ്കിന്റെ അടുത്ത് അവിടെ പോയിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ പക്ഷിക്കൂടിന്റെ അടുത്ത് അവിടെ പോയിരിക്കും. ഞാൻ വളർത്തുന്ന പക്ഷി അതല്ലേ പറയുന്നത്. വേറെ എന്തെങ്കിലും സാധനം ചെയ്യുന്നുണ്ടോ? ഒരു വീട്ടിൽ 6 ആളുണ്ടെങ്കിൽ 6 യൂട്യൂബ് ചാനൽ. എന്തെന്നാണത്? കാണട്ടെ. നല്ലതുപോലെ ചെക്ക് ചെയ്തു. അവൾ ഇന്ന് ഇരുന്നിട്ടേ ഇത് മൊത്തം ഡിലീറ്റ് ആക്കി. കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നില്ല. ഒന്ന് ഓണാക്ക്. ഉപ്പ എന്റെ അടുത്തുണ്ടൊരു സോഫ്റ്റ്വെയർ. ഇവൾമാര് ഡിലീറ്റ് ചെയ്ത എല്ലാ ചാറ്റ്സും കണ്ടുപിടിക്കാം. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ഉണ്ടല്ലേ? ആ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിക്ക. അത് മാത്രം അവളെ ഡിലീറ്റ് ആക്കിയിട്ടില്ല തോന്നുന്നു. ഹൈഡ് ചെയ്ത വല്ല ആപ്സ് ഉണ്ടെങ്കിലോ? നാളെ രാവിലെ ഇന്ന് ഫോണില്ല. രാത്രി കാലങ്ങളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. 10:30 മണിക്ക് സറണ്ടർ ചെയ്യണമെന്നാണ് അന്ന് 10:30 വന്ന്. 10:30 മണിക്ക് നെറ്റ് ഓഫ് ചെയ്യും കേട്ടാ. വിട്ടെല്ലാരും പോയി കിടന്നുറങ്ങിക്കേ. നീ പോകുമ്പോ കുട്ടിനും കൂടി കൊണ്ടേ കിടത്ത്. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാൻ സമ്മതിച്ചില്ല. കുട്ടിയോട് കൊണ്ടേക്കോ. ചെല്ലു. ഓക്കെ, ഗുഡ് നൈറ്റ്. അടുത്ത ആളോടെ ഗുഡ് നൈറ്റ്. പോയി കിടന്നോ. ഗുഡ് നൈറ്റ് ബാബച്ചി. നന്നായിട്ട് വരും. ടാറ്റാ. എന്ത്? ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാൻ വന്നല്ല, ഇവിടെ വെക്കാൻ വന്നതാ. എന്നാ പിന്നെ അഗ് ചെയ്തോളൂ. അയ്യടാ, വയസ്സാങ്കാലത്ത് ഒരു പൂതി. ഇതാ കുട്ടീനെ പിടിച്ചോളി. അപ്പൊ ഇന്നും 2 മണി. കുട്ടി കരയുന്നു. ബേബി ബേബി ബേബി. മഴത്തോടുക്ക് മഴത്തോടുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടാണ്. രക്ഷപ്പെട്ടു.
എന്താ കായില്ലാത്ത ഇറച്ചി കേൾക്കണവർക്ക്? മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ മാതിരി കാക്കിലോ ഇറച്ചി വാങ്ങി മുൻകാനല്ല വന്നത്. നല്ല കുറവ് കൊണ്ടുവരാൻ വേണ്ടി കാത്തിക്കുക. സാന്തേച്ചിനായിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞു. പറയണോ? എന്നാ എനിക്കെന്താ തരിക? വേണമെങ്കിൽ ഇറച്ചി കഴിഞ്ഞാൽ അളിയൻ്റെ പറ്റിലിരിച്ചോളാം. അങ്ങനെ പറ. വാസു തെറിഞ്ഞാലേ വെട്ടി നുറക്കും. എന്താ ഫിറോ, ചൊറിയുണ്ടോ? ഏയ് എനിക്കില്ല. എൻ്റെ അളിയനൊരു അമ്മോനുണ്ടല്ലോ, മൊത്തം പറയിപ്പിക്കാൻ നടക്കണേ. മൂപ്പരെ പറ്റി പറഞ്ഞതാ. ആഹാ, ഇപ്പൊ പറഞ്ഞപ്പോഴാ ഓർത്ത്. നസീമാന്റെ അമ്മോൻ ഇവിടുന്ന് 3 നില ഇറച്ചി കൊണ്ടേക്കണേ. എന്താ വല്ല സൽക്കാരുണ്ടോ അവിടെ? 3 കിലോനോ? ആ, അങ്ങനെ എനിക്കൊരു 4 കിലോ എടുക്ക്. അതല്ല അതിൻ്റെ ഒരു ശരി. വീട്ടിലുള്ളതും സക്കാത്തിനുള്ളതും കൂടിയായിട്ട് അളിയനിട്ട് മണ്ടിക്കാൻ പറ്റില്ലല്ലോ. അളിയൻ്റെ സഹായത്തിന് ഞാനല്ലേ ഉള്ളൂ. ഇത് സഹായിക്കണമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആ വാസട്ടാ, ആ വഷളില്ലാത്ത എടുക്കേ, എൻ്റെ മാത്രം. എന്താ എൻ്റെ മാത്രം? ആർക്കും വേണ്ട വസള, എല്ലും വേണ്ട. എന്തേ? ആയിക്കോട്ടെ. ഇറച്ചിയാവുമ്പളേ ഇത്തിരി എല്ലും ബസ്സിലൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി കേട്ടാ. എന്നാ ആ, എന്താ അനക്കും ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നിങ്ങളെ കയ്യിൽ കത്തികളുണ്ട്, കുറച്ച് കുറയും. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ആ ഓ നടന്നു. ഓ